10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് റിഫ്ലെക്സ് ആക്ഷൻ, റിഫ്ലെക്സ് ആർക്ക്, അതിൻ്റെ ഭാഗങ്ങൾ എന്നിവ. അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ഉദാഹരണം നോക്കാം. അതായത്, നാം അറിയാതെ ചൂടുള്ള ഒരു വസ്തുവിൽ സ്പർശിക്കുമ്പോൾ, തൊടുമ്പോൾ പെട്ടെന്ന് തന്നെ കൈ പിൻവലിക്കുന്നു. ഈ പ്രവർത്തനം ഒരു റിഫ്ലെക്സ് പ്രവർത്തനമാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രവർത്തനമാണോ? അല്ല, ഞാൻ അറിയാതെ സംഭവിച്ച ഒന്നാണ്. പെട്ടെന്ന് സംഭവിച്ച ഒന്നാണ്. ആകസ്മികവും അനൈച്ഛികമായും ഉണ്ടായ ഒന്നാണ്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികവും അനൈച്ഛികമായും ഉണ്ടാകുന്ന പ്രതികരണമാണ് റിഫ്ലെക്സ് പ്രവർത്തനം. റിഫ്ലെക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലെക്സ് ആർക്ക്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയും പ്രധാന പങ്ക് വഹിക്കുന്നു. കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നതാണ് മസ്തിഷ്കവും സുഷുമ്നയും, അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. അതായത്, നാം അറിയാതെ ഒരു ചൂടുള്ള വസ്തുവിൽ സ്പർശിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കൈ പിൻവലിക്കുന്നു. ഈ പ്രവർത്തനം ഒരു റിഫ്ലെക്സ് പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് സുഷുമ്നയാണ്, അതായത് സ്പൈനൽ കോഡാണ്. ഇത് സ്പൈനൽ കോഡിൽ നിന്നും ഉണ്ടാവുന്ന, സുഷുമ്നയിൽ നിന്നും ഉണ്ടാവുന്ന റിഫ്ലെക്സ് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. അതേപോലെ മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണ് ചിമ്മുന്നു. ഈ പ്രവർത്തനം ഒരു റിഫ്ലെക്സ് പ്രവർത്തനമാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്, അതായത് മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിൽ നിന്നും നിയന്ത്രിക്കപ്പെടുന്ന ഒരു റിഫ്ലെക്സ് പ്രവർത്തനമാണ് ഇത്. ഷോർട്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഹെഡ് റീജിയൻ, ഈ ഫേസ് ഉൾപ്പെടെയുള്ള ഹെഡ് റീജിയൻസ്, ഇവിടെയുള്ള റിഫ്ലെക്സ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്, മസ്തിഷ്കമാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള, താഴോട്ടുള്ള എല്ലാ റിഫ്ലെക്സ് ആക്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്, സുഷുമ്നയാണ്. റിഫ്ലെക്സ് ആർക്കിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി പാർട്സ് ഓഫ് റിഫ്ലെക്സ് ആർക്ക്? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന ഗ്രാഹി, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, പേശി, പ്രതികരിക്കുന്ന പേശി, അതായത് റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, മസിൽ ദാറ്റ് ആക്ട്. അതൊന്നുകൂടി വ്യക്തമാക്കുമ്പോൾ റിസപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, എഫക്റ്റർ, അത് മസിൽ ആവാം, ഗ്ലാൻഡ് ആവാം. റിഫ്ലെക്സ് പ്രവർത്തനത്തിലൂടെ എൻ്റെ കൈ പിൻവലിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? പൊള്ളലിൻ്റെ അളവ് കൂടുമായിരുന്നു. വേദന, നീറ്റൽ, അതിൻ്റെയൊക്കെ അളവ് കൂടുമായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശരീരം തന്നെ ചെയ്യുന്ന ഒരു ഉപാധിയാണ് റിഫ്ലെക്സ് ആക്ഷൻ. അതായത്, ഹാംഫുൾ ആയിട്ടുള്ള സ്റ്റിമുലയിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം കൂടിയാണ് ഈ റിഫ്ലെക്സ് ആക്ഷൻ.